10, 9, 8, 7, 6, 5, 4, 3, 2, 1, 2. Let's go. ഈ സമാപന ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ ഞങ്ങൾ സ്നേഹപൂർവ്വം നിങ്ങളെ ക്ഷണിക്കുകയാണ്. സമൂഹത്തിന്റെ നാനാതുറകളിലുള്ള ഒട്ടേറെ വ്യക്തിത്വങ്ങൾ അങ്കമാലി മാരത്തോണിനെ തികച്ചും ഔദ്യോഗികതയുടെ ഒരു മൂടുപടവും ധരിക്കാതെ തന്നെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മുടെ ഈ പരിപാടികൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ആദ്യമായി നമ്മുടെ ഈ മാരത്തോണിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ ഇതിന് അഭിവാദ്യം ചെയ്തുകൊണ്ട് ചാലക്കുടിയുടെ ആദരണീയനായ MP പ്രിയപ്പെട്ട ബെന്നിച്ചേട്ടൻ നമ്മെ അഭിസംബോധന ചെയ്യുന്നു. പ്രിയപ്പെട്ട സംഘാടകരെ, പാർട്ടിസിപ്പൻസ്, മറ്റ് വിശിഷ്ട വ്യക്തികളെ, ആദ്യമായാണ് അങ്കമാലിയിൽ ഒരു മാരത്തോൺ സംഘടിപ്പിക്കുന്നത്. സംഘാടകരെ ഞാൻ അനുമോദിക്കുന്നു. പങ്കെടുത്ത മുഴുവൻ ആളുകളെയും ഞാൻ അഭിനന്ദിക്കുന്നു. ഇതിനൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം ശരീരത്തെ പുഷ്ടിപ്പെടുത്തുക, മനസ്സിനെ നിയന്ത്രിക്കുക. അതുവഴി നമുക്ക് ലഭിക്കുന്ന മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ആത്മവിശ്വാസവും സമൂഹത്തിൽ വളർന്നു വരുന്ന വിപത്തുകൾക്കെതിരെ പോരാടാനുള്ള ശക്തി ആർജിക്കുക. അതോടൊപ്പം തന്നെ ജീവധാര വിഷയം ഏറ്റെടുത്തിരിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനത്തിന് നിങ്ങളുടെ മനസ്സും പ്രാർത്ഥനയും നിങ്ങളുടെ സഹായം ഉണ്ടാകുക. ഈ ഉന്നതമായ ലക്ഷ്യത്തോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു പരിപാടിയാണ്. ദീർഘമായി സംസാരിക്കേണ്ട ആവശ്യമില്ല. ഒരിക്കൽ കൂടി എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. തുടർന്നും അങ്കമാലിയുടെ അഭിമാനകരമായി ചരിത്ര സംഭവമായി മാറിയ ഈ മാരത്തോൺ വീണ്ടും തുടർന്നു പോകട്ടെ എന്ന ആശംസ അർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി 1000 അഭിനന്ദനം നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്. നമസ്കാരം. ആദ്യത്തെ അങ്കമാലി മാരത്തോൺ ഒരു വലിയ വിജയമായി മാറിയിരിക്കുകയാണ്. ഇതൊരു പരീക്ഷണമായിരുന്നു. എന്തായാലും ആ പരീക്ഷണത്തിൽ നമ്മൾ വിജയിച്ചു. അതിന് ആദ്യമേ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട്, ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ എല്ലാവർക്കും നേരുകയാണ്. ഇനി ഇത് നമുക്ക് അടുത്ത വർഷങ്ങളിലുമൊക്കെ ഇതിനേക്കാൾ വലിയ വിജയമാക്കി മാറ്റാൻ സാധിക്കും, കൂടുതൽ പങ്കാളിത്തത്തോടു കൂടിയൊക്കെ. ഞാൻ ഏറ്റവും സന്തോഷിപ്പിച്ച ഒരു കാര്യം, നമ്മുടെ ഫാമിലി റണ്ണിലൊക്കെ എത്രയോ ആളുകളാണ് കുടുംബസമേതം, എന്ന് വെച്ചാൽ 70-75 വയസ്സിന് മേലെയുള്ള ആളുകൾ മുതൽ കൊച്ചു കുട്ടികൾ വരെ ഉൾപ്പെടുന്ന ഫാമിലി റണ്ണൊക്കെ വലിയൊരു വിജയമായിരുന്നു. അപ്പോൾ എത്തിച്ചേർന്ന് നിങ്ങളെല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു. ഈ മാരത്തണിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നതിനേക്കാളൊക്കെ ഉപരിയായി എനിക്ക് തോന്നുന്നു ഈ മാരത്തണിൽ പങ്കെടുത്ത നിങ്ങളെല്ലാവരും തന്നെ ഇതിലെ വിജയികളാണ്. അപ്പോൾ വൺസ് അഗെയിൻ ബിഗ് കൺഗ്രാറ്റുലേഷൻസ് ടു ജീവധാര ഫൗണ്ടേഷൻ, സാജു ചാക്കോ ആൻഡ് ദ എൻറ്റയർ ടീം, ആൻഡ് ഓൾസോ ടു ഓൾ ദ പാർട്ടിസിപ്പൻസ് ഹു മേഡ് ഇറ്റ് എ ബിഗ് സക്സസ്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഒരു നല്ല തുടക്കം, നല്ല സംഘാടന, അതിനേക്കാളേറെ നല്ല പരിസമാപ്തി. ഇതാണ് ഇന്നത്തെ ഈ പരിപാടി. അങ്കമാലിയിലെ മാരത്തോൺ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ അപൂർവപൂർവമായ ഒരു സംഭവമാണ് അങ്കമാലിയിൽ നടന്നിട്ടുള്ളത്. ഇതൊരു പുതിയ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്, ഒരു പുതിയ തുടക്കമാണ്. പുതിയ സംസ്കാരത്തിൻ്റെയും കായിക സംസ്കാരത്തിൻ്റെ രണ്ടിനും ഉപകരിക്കുന്നതാണ്. അതോടൊപ്പം നമ്മുടെ ശരീരത്തെ നമ്മുടെ വരുതിക്ക് ഒതുക്കാൻ, അതിന് പിടിക്കാനുള്ള ശ്രമം നടത്തുന്ന ഈ സംരംഭത്തിന് മുൻകൈ എടുത്ത ജീവധാര ഫൗണ്ടേഷന്റെ ശ്രീ സാജു ചാക്കോ നേതൃത്വം കൊടുക്കുന്ന അതിഗംഭീരമായി ഇത് സംഘടിപ്പിക്കുകയും അധ്വാനിച്ചും ബുദ്ധിമുട്ടി അത് വിജയത്തിലെത്തി എന്നുള്ളൊരു വിജയ സർവ്വവിദ്യാർത്ഥികളും കണ്ടെത്തി. ഇതെല്ലാവർക്കും അഭിനന്ദനങ്ങൾ, എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ. ഇത് നമുക്ക് തുടരണം. അങ്കമാലിക്ക് ഒരു പുതിയ തുടക്കം നമ്മൾ മാറി ഈ അങ്കമാലിക്ക് ഒരു തുടർച്ചയായി മാറാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടാക്കാൻ എല്ലാവരും ഒത്തൊരുപ്പിക്കണമെന്ന് മാത്രം സൂചിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, ഒരു മാസക്കാലം അതിതീവ്രമായ ഒരുക്കങ്ങൾ, മുന്നൊരുക്കം നടത്തി വളരെ വിജയകരമായി മാരത്തോൺ 25 നമുക്ക് സമാപിപ്പിക്കാൻ കഴിഞ്ഞു.
ജീവധാര ഫൗണ്ടേഷൻ കിഡ്നി രോഗികളെ സഹായിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് രൂപപ്പെടുന്നതെങ്കിലും ആ രോഗങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ എന്നുള്ളൊരു സന്ദേശം നൽകുന്നതിൻ്റെ ഭാഗം കൂടിയാണ് ഈ മാരത്തൺ. മാരത്തൺ എങ്ങനെയാണ് എന്നുള്ളത് ഇപ്പോൾ നമ്മുടെ സമീപ പ്രദേശങ്ങളിൽ അങ്കമാലിയിലും സമീപ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഈയിടയ്ക്ക് നടന്ന മാരത്തൺ വലിയ വിജയമാണ്. എല്ലാവരുടെയും സഹകരണമാണ് ഇതിൻ്റെ വിജയം. തന്നെയല്ല, ലഹരിക്കെതിരെ ഒരു ബോധവൽക്കരണത്തിൻ്റെ ഒരാവശ്യകത കൂടി വന്ന ഒരു കാലിക പ്രസക്തമായ ഒരു വിഷയം കൂടിയായി ഏറ്റെടുത്തുകൊണ്ട് ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. വിശിഷ്ട വ്യക്തികളായിട്ടുള്ള ജനപ്രതിനിധികളെ, ജീവധാര ഫൗണ്ടേഷൻ്റെ ചെയർമാനായിരിക്കുന്ന സാജു ചാക്കോ, മറ്റ് വ്യക്തികളെ, ഇന്ന് ഈ മാരത്തോണിൽ പങ്കെടുക്കാൻ ഇവിടേക്ക് കടന്നു വന്ന എല്ലാ വ്യക്തികൾക്കും ഗസ്റ്റിൻ്റെ പേരിൽ അഭിനന്ദനങ്ങൾ. ഇതൊരു ചരിത്രത്തിൻ്റെ ആരംഭമാണ്. ഈ ചരിത്രത്തിൻ്റെ ഭാഗമാകുവാൻ നിങ്ങൾക്ക് എല്ലാവരും സാധിച്ചു. അത് നമ്മുടെ എല്ലാവരുടെയും വിജയമാണ്. അപ്പോൾ ഷാജാൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഒരു ആത്മനിർവൃത്തി നമുക്ക് കാണാനായിട്ട് സാധിക്കും. കഴിഞ്ഞ 1-2 മാസമായിട്ടുള്ള കഠിനാധ്വാനമായിരുന്നു. അത് വലിയ ഒരു വിജയമാക്കി മാറ്റുവാനായിട്ട് സാധിച്ചു. ഇന്ന് ഈ വേദിയിലേക്ക് നോക്കുമ്പോൾ ചെറുപ്പക്കാർ, കൊച്ചുകുട്ടികൾ, പ്രായമുള്ളവർ, മധ്യവയസ്കർ, അതുപോലെ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികൾ ഇവിടെയുണ്ട്. സമൂഹത്തെ ഒരുമിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മാർഗമാണ് കായികം. ഇങ്ങനെയുള്ള ഉദ്യമങ്ങളെല്ലാം അതിൽ നമുക്ക് വിജയിക്കാനായിട്ട് സാധിച്ചു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ജീവധാര ഫൗണ്ടേഷൻ്റെ പേരിലും ഡിസ്ട്രിക്ട് കോളേജിൻ്റെ പേരിലും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ഭാരവാഹികൾക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് എല്ലാ വിജയികൾക്കും പാർട്ടിസിപ്പൻസിന് എല്ലാം അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സ്പോൺസറായ കീർത്തി നിർമ്മൽ പ്രൈസിന് വേണ്ടി പ്രിയപ്പെട്ട ജോൺസൺ സാർ ഇപ്പോൾ നമ്മെ അഭിസംബോധന ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. അങ്കമാലിയിൽ ഇന്ന് നമ്മൾ നടത്തിയ ഈ മാരത്തോൺ അങ്കമാലി ജനത പൂർണ്ണമായിട്ട് ഏറ്റെടുത്ത് കഴിഞ്ഞു. അതിനുവേണ്ടി ജീവധാരയും ലിസ്റ്റും കൂടി എടുത്ത പ്രയത്നങ്ങളൊന്നും വിഫലമായില്ല. നമ്മുടെ കൂടെ നിൽക്കാനായിട്ട് നമ്മുടെ എല്ലാ ജനപ്രതിനിധികളും വളരെ നേരത്തെ തുടങ്ങി എല്ലാ കാര്യത്തിലും കൂടി നിൽക്കുകയും നമുക്കെല്ലാം അത് ഏറ്റെടുക്കാൻ കഴിയുകയും ചെയ്തു. അങ്കമാലിയിൽ ഇതൊരു വൻ വിജയമായി മാറി. ഞങ്ങൾ ഒരുപാട് മാരത്തോണുകളൊക്കെ സംഘടിപ്പിക്കുകയും പങ്കെടുക്കുകയും ചെയ്യാറുള്ള ആൾക്കാരാണ്. പക്ഷേ അങ്കമാലിയിൽ അത് വളരെ പ്രകടമായിട്ട് ജനങ്ങൾ ഏറ്റെടുത്ത് കഴിയും. അതിനകത്ത് എല്ലാവർക്കും നന്ദി. പ്രമുഖ നടനും നമ്മുടെ സഹപ്രവർത്തകനും കൂടിയായ ശ്രീ കിഷോർ മത്തായി ഇപ്പോൾ അഭിസംബോധന ചെയ്യുന്നു. നമസ്കാരം. അങ്കമാലി ഈ പ്രോഗ്രാം ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും, ഈ ജീവധാര ഫൗണ്ടേഷൻ്റെ എല്ലാ അണിയറ പ്രവർത്തകർക്കും എൻ്റെ ആത്മാർത്ഥമായ നന്ദി. ഈ പ്രോഗ്രാം കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് ഡ്രഗ്സിനെതിരെ യുവതലമുറയെ നമ്മളൊരു വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മുഖ്യധാരയായിരുന്നു, ഒരു അജണ്ടയായിരുന്നത്. അത് എല്ലാ യങ്സ്റ്റേഴ്സും കൂട്ടമായി വന്ന് ഫാമിലീസും എല്ലാവരും അതിന് ഭയങ്കരമായ സപ്പോർട്ട് നൽകുകയുണ്ടായി. അത് ഇനിയും ഉണ്ടാവട്ടെ. എല്ലാ വർഷവും ഈ ഒരു പ്രോഗ്രാം ഭംഗിയായി നടക്കട്ടെ എന്നും അതിനെല്ലാ സപ്പോർട്ടും ചെയ്ത എല്ലാവരോടും നന്ദിയുണ്ട്. കീപ് വാക്കിംഗ്. താങ്ക് യു. പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ എന്താ പറയുക, സത്യത്തിൽ തുടങ്ങിയപ്പോൾ ഒരാഴ്ച മുമ്പ് വരെ 400 രജിസ്ട്രേഷൻ, 450 രജിസ്ട്രേഷൻ, 60 രജിസ്ട്രേഷൻ. അപ്പോൾ ശരിക്കും മനസ്സ് ചത്തു. ഇത് ആകെ ഫ്ലോപ്പായി പോകുമെന്ന് ആകെ തെറ്റിദ്ധരിച്ചു. പക്ഷേ അവസാന നാളുകളിൽ എനിക്കറിയില്ല എങ്ങനെയാണ് 1000 ആക്കി, 1250 ആക്കി, 1500 ആക്കി, അതിൽ കൂടുതൽ ആളുകൾ ഇന്ന് ഈ ഓട്ടത്തിൽ പങ്കെടുത്തു. ഇവിടെ വന്നവരെല്ലാവരും, അതാണ് അത് ഏറ്റവും ടീഷർട്ട് കിട്ടിയവരും കിട്ടാത്തവരും മറ്റേ വോളണ്ടിയേഴ്സിന്റെ ടീഷർട്ട് ഇട്ടവരും ഒക്കെ ഓടുന്നതാണ്. ഭയങ്കര മനസ്സിലെന്തോ ഒരു വല്ലാത്ത സുഖം തോന്നി. അപ്പോൾ നിങ്ങളെയാണ് ഞാൻ ഇതിനകത്ത് പുകഴ്ത്തേണ്ടത്. ഇത്ര ഭംഗിയായി ഈ പ്രോഗ്രാം നടത്താൻ സാധിച്ചു. അത് മാത്രമല്ല, ആർക്കും ഒരു കംപ്ലൈന്റ് ഇല്ലാതെ നടത്താൻ സാധിച്ചു. സാധാരണ ഇത്രയും പേരുകൾ പരിപാടികൾക്ക് വലിയ കംപ്ലൈന്റ് ഒക്കെ വേണം. അതിനൊക്കെ ഡിസ്പ്ലേ കുട്ടികളും പ്രത്യേകിച്ച് ബിജോയും അനീഷും ഒക്കെ വളരെ
ദിവസങ്ങളായിട്ട് അതിന്റെ പുറകിൽ പ്രവർത്തിച്ചു. അച്ഛൻ്റെയൊക്കെ സഹായമാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് ഞങ്ങളുടെ സാമ്പത്തിക മേഖലയെ ഞങ്ങളെ താങ്ങി നിർത്തിയിട്ട് ഇവിടെ MLA ചോദിച്ചേട്ടനും ഒക്കെയാണ്, MP ഒക്കെയാണ്. എല്ലാവരും എന്താ വേണ്ടേ എന്ന് ചോദിച്ചിട്ട് അപ്പോഴൊപ്പം നിന്ന് ഇവരോടൊക്കെ നന്ദി പറഞ്ഞാൽ തീരുന്നതല്ല. അത് അതിനേക്കാളും ഉപരിയായിട്ട് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന ഒരു മുദ്രാവാക്യമാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. നാളെ എനിക്ക് രോഗം വരാതെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എന്റേത് മാത്രമാണ്. ഈ ഭൂമിയിൽ ഏറ്റവും വിലയേറിയ വസ്തു സ്വന്തം ശരീരമാണെന്ന് മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ് ഈ മാരത്തോണിൽ ഏറ്റവും വിജയമായിട്ട് ഞങ്ങൾ സാധിക്കുന്നത്. ഞങ്ങളെ സഹായിച്ച പ്രിയപ്പെട്ട ജോൺസൺ ഇവിടെയുണ്ട്. കടപ്പറ ഒരു ലോഡ് നിറച്ച അരിയുമായിട്ട് വന്നിരിക്കുന്നത്. സോറി, നിർമ്മൽ. അപ്പോ അങ്ങനെയൊക്കെ എല്ലാ സമസ്ത മേഖലകളിലും ഞങ്ങളെ സഹായിച്ച, ഞങ്ങളോട് സഹകരിച്ച, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച, മനസ്സും ശരീരവും സമർപ്പിച്ച നിങ്ങളോട് ഓരോരുത്തരോടും ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ അവാർഡ് ദാന ചടങ്ങുകളുണ്ട്. ഞങ്ങളുടെ സ്പോൺസേഴ്സ് കുറച്ച് പേരുണ്ട്. അവരൊക്കെ സ്റ്റേജിലേക്ക് വരണമെന്ന് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങളെ കൊണ്ട് ചെറിയ രീതിയിൽ ചെറിയ പ്രൈസും ഞാൻ പറയുന്നുണ്ട്. അതോടൊപ്പം ഒരു കാര്യം ഇപ്പൊ തന്നെ ഡിക്ലെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അടുത്ത വർഷം അധികം താമസിക്കാതെ, ഇത്തവണ താമസിച്ചു പോയി വേനലായിരുന്നു, അടുത്ത ജനുവരിയിൽ അടുത്ത മാരത്തോണുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, നിങ്ങളുടെ എല്ലാവരും ഈ മുഖങ്ങളൊക്കെ തന്നെ അന്ന് കാണുമെന്ന പ്രതീക്ഷയിൽ ഞാൻ വന്നതാണ്. അടുത്ത മാരത്തോൺ നടത്താം. എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാ നന്ദിയും സ്നേഹവും ആത്മാർത്ഥയും നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. ഒഫീഷ്യൽസും അതേപോലെ തന്നെ ഇതിൻ്റെ സംഘാടകരും വളരെ ഫ്രണ്ട്ലി ആയിരുന്നു, വളരെ നന്നായിരുന്നു. ഇത്തരം വേദികൾ ഇനിയും ഇത്തരം നിർണായക നിമിഷങ്ങളിൽ ഇനിയും സംഭവിക്കട്ടെ. നമ്മളുടെ ഞാൻ പറയുന്നില്ല എന്താണ് ഇത്തരം റണ്ണിൻ്റെയൊക്കെ ലക്ഷ്യമെന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ ശരീരത്തിനെ ഏറ്റവും നന്നായിട്ട് സൂക്ഷിക്കാൻ കിട്ടുന്ന ഒരേ അവസരങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇത്തരം സ്ഥാനങ്ങൾ സുഹൃത്തുക്കളെ കൊണ്ടുവരിക, ഇതിലേക്ക് അടുപ്പിക്കുക, അതൊക്കെ വലിയൊരു കാര്യം തന്നെയാണ്. നമുക്ക് നമ്മുടെ സുഹൃത്തിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഇത്തരം വേദികളിലേക്ക് അവരെ കൊണ്ടുവരിക. ഒരു ടൂറിൽ കൊണ്ടുപോകുന്ന പോലെയല്ല, ഇത്തരം ശരീരത്തിൻ്റെ ടൂറിങ് വണ്ണാണ്. ഇതിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് അറിയാതെ തന്നെ ഫിറ്റ്നസ്സിലേക്ക് കിടക്കുകയാണ്. വരിക മാത്രമല്ല, അത് ഫിറ്റ്നസ്സിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. നമ്മുടെ ഓരോ ഇന്ത്യൻ ഓർഗൻസിനെയും നിങ്ങൾ സ്നേഹിക്കാൻ ശ്രമിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഡെമോൺസ്ട്രേഷൻ കാണിക്കുന്നുണ്ട്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഇപ്പോൾ 70 വയസ്സായ ഒരു ചെറുപ്പക്കാരനാണ്. 60ാമത്തെ വയസ്സിലാണ് ഞാൻ ഈ ഓട്ടം തുടങ്ങിയത്. എൻ്റെ ആദ്യത്തെ ഫുൾ മാരത്തൺ 60ാമത്തെ വയസ്സിലായിരുന്നു. ഇപ്പോൾ 70 വയസ്സായപ്പോൾ 164 ഫുൾ മാരത്തൺ ഓടിക്കഴിഞ്ഞിരിക്കുന്നു. അതായത് 42.9 കിലോമീറ്റർ ആയതാണ് ദൂരം. അതിൽ തന്നെ ഒരു 47 അൾട്രാ മാരത്തണായിരുന്നു, 100 മൈൽ 2 പ്രാവശ്യം. എൻ്റെ ലോങ്ങസ്റ്റ് റണ്ണെന്ന് പറഞ്ഞാൽ 210 കിലോമീറ്ററാണ്. ഇന്നിവിടെ ഓടിയ ഹാഫ് മാരത്തൺ 10 ടൈംസ്. അതാണ് എൻ്റെ ലോങ്ങസ്റ്റ് റൺ. അപ്പോൾ ഇതിനൊക്കെ എനിക്ക് സഹായിച്ചത് എൻ്റെ കൂടെ ഒരുപാട് ഓട്ടക്കാരുണ്ടായിരുന്നു. ഞാൻ ബൈ പ്രൊഫഷൻ ഒരു സിവിൽ എഞ്ചിനീയറാണ്. ആകെ ഒരു സ്ഥലത്ത് ജോലി ചെയ്തിട്ടുണ്ട്, കൊച്ചിൻ പോർട്ടിലായിരുന്നു. 2014 ഞാൻ 60ാമത്തെ വയസ്സിൽ റിട്ടയർ ചെയ്യുമ്പോൾ അവിടെ സൂപ്രണ്ടിങ് എഞ്ചിനീയറായിരുന്നു. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു സിവിൽ എഞ്ചിനീയർ ആയതുകൊണ്ട്. ഇപ്പം ഞാൻ വിചാരിച്ചു നമ്മൾ ജീവിതകാലം മുഴുവൻ ജോലി ചെയ്ത് കുറേ പൈസ ആയിട്ട് കാര്യമില്ല. ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്ത് ശിഷ്ടകാലം കഴിച്ചു കൂട്ടാൻ എന്നുള്ള ധാരണയാണ് ഞാൻ പണിക്കുള്ളത്. ഇപ്പം ഞാൻ 36,000 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞു. എൻ്റെ കാറാണ് പകുതി പോയി ഓടിച്ചില്ല. ഇന്നിവിടെ നടന്ന ഈ ഹാഫ് മാരത്തൺ എൻ്റെ 411ാമത്തെ ആയിരുന്നു. വളരെ നല്ല ഒരു ഈവൻ്റായിരുന്നു. എല്ലാം ശരിക്കും എൻജോയ് ചെയ്യേണ്ടിയായിരുന്നു. എന്നെ യോജന വിളിച്ചത് നന്ദി, നമസ്കാരം. പക്ഷെ അത് ഈവൻറ്റിൻ്റെ 3 ദിവസം മുമ്പ് തന്നെ അത് സക്സസ് ആയി പോകുക നമുക്ക് 100% ഉറപ്പുണ്ടായിരുന്നു. ഈ അങ്കമാലി പ്രദേശത്ത് ആദ്യമായിട്ടാണ് ഒരു മാരത്തൺ നടത്തുന്നത്. അത് മാത്രമല്ല, ഈ മാരത്തൺ എന്ന് പറഞ്ഞാൽ ഹാഫ് മാരത്തൺ. ഈ അങ്കമാലിക്കാരെ സംബന്ധിച്ച് കുറ്റം പറയുന്നതല്ല, അങ്ങനെ ഓടാൻ വരുന്ന ആളുകളല്ല. പക്ഷെ നമ്മുടെ പ്രതീക്ഷകളൊക്കെ അതിജീവിച്ചുകൊണ്ട് അങ്കമാലിയിൽ 5 കിലോമീറ്റർ ഫാമിലി റണ്ണിന് 800 അല്ലെങ്കിൽ 900 പേര് പങ്കെടുക്കുക എന്നുള്ള ഒരു അതിശയമാണ്. നമ്മൾ വേറെ മാരത്തോണൊക്കെ പോയിട്ടുണ്ട്, എന്നാലും ഫൺ റണ്ണിന് ഇത്ര ആളുകൾ പങ്കെടുപ്പിച്ചിട്ട് ഓടുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ അതിന് അങ്കമാലിക്കാരോട് എല്ലാവരോടും പ്രത്യേകമായ നന്ദി അർപ്പിക്കുകയാണ്.
പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് ഇതിന്റെ കൂടിയാലോചനകൾ നടന്നപ്പോൾ ഞാനൊരു 5-6 മാരത്തോൺ കണ്ടക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ ജീവധാര ഫൗണ്ടേഷന്റെ ചെയർമാൻ സാജു സാറിന്റെ മകള് വിനു വിക്ടർ ഞാൻ പല മാരത്തോണിലും കാണുമ്പോൾ അവരെ കാണാറുണ്ട്. അപ്പൊ അവരാണ് എന്നോട് പറഞ്ഞത് നമുക്ക് അങ്കമാലിൽ ഒരു മാരത്തോൺ സംഘടിപ്പിക്കാൻ ഡാഡി പറയുന്നുണ്ട്. അങ്ങനെയാണ് ഞാനും സാധിച്ചേർന്നായിട്ട് സംസാരിക്കുന്നത്. അതിന്റെ തുടക്കം എന്ന് പറഞ്ഞാൽ ഗംഭീരമാണ്. ഞാൻ ഒരു മാരത്തോണിൽ കാണാത്ത രീതിയിലുള്ള സ്വാഗത സംഘവും MLA, MP, മുനിസിപ്പൽ ചെയർമാൻ, അതുവിധ മാത്രമല്ല മർച്ചന്റ് അസോസിയേഷൻ പോലെ ഒരുപാട് സംഘടനകളുടെ ഒരു കൂട്ടായ്മയാണ്. അത് അങ്കമാലിയെ സംബന്ധിച്ച് വളരെ ഒരു വിജയമായി മാരത്തോൺ മാറുന്നതിന് മുന്നോടിയായിട്ടാണ് ഞാൻ കണ്ടിരുന്നത്. അപ്പൊ നമുക്കിതിനോട് പ്രവർത്തിച്ച എല്ലാ സംഘാടകർക്കും, എല്ലാ വാളണ്ടിയേഴ്സിനും, ഡിസ്റ്റിനും, അതുപോലെ അങ്കമാലി നിവാസികൾക്കും എല്ലാവർക്കും എൻ്റെ പ്രത്യേകമായ നന്ദിയും കടപ്പാടുമുണ്ട്. അതുകൂടാതെ ഇവിടെ റൺ ഇവന്റിന് ഞാൻ സാധാരണ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ സംഘടിപ്പിക്കുന്ന ഇവന്റുകൾക്കൊക്കെ റണ്ണേഴ്സാണ് കൂടുതൽ വരുന്നത്, പ്രൊഫഷണൽ റണ്ണേഴ്സ്. അപ്പോൾ ഒരു പരാതിയുണ്ട് ഓട്ടക്കാരുടെ ഇടയിൽ, കേരളത്തിൻ്റെ ഇടയിൽ. ഗിരീഷേട്ടൻ ഈ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നൊക്കെ ഓട്ടക്കാർ വരുന്നതുകൊണ്ട് ഞങ്ങളുടെ പ്രൈസാണ് ഇല്ലാതാവണമെന്നൊരു പരാതിയുണ്ട്. അപ്പൊ അത് നമ്മുടെ പരിപാടിയിൽ വിജയമായിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പൊ എല്ലാ റണ്ണേഴ്സ് ക്ലബിനും ആദ്യമായിട്ട് പങ്കെടുത്ത എല്ലാ ഫാമിലി റൺ മെമ്പർമാർക്കും എല്ലാവർക്കും നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, നല്ലൊരു കയ്യടിയോടെ നമുക്ക് ആദരിക്കാം പ്രിയപ്പെട്ട ഗിരീശൻ.